നിക്ഷേപകർ വരുത്തുന്ന 20 മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ മേലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അടുത്തൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആളുകൾ പെർഫോമൻസിൻ്റെ പിന്നാലെ പായുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്, ഏറ്റവും മികച്ച ബോണ്ട്, ഏറ്റവും മികച്ച സ്റ്റോക്ക്, മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്നൊക്കെയാണ് മിക്കവാറും ആളുകൾ നമ്മുടെ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നതും കമൻറ്റിലൂടെ ആവശ്യപ്പെടുന്നതും ഒക്കെ. പക്ഷേ ഇന്നത്തെ ഒരു മൾട്ടി ബാഗർ ആവണമെന്നില്ല നാളത്തെ മൾട്ടി ബാഗർ. ഇന്നത്തെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല അടുത്ത വർഷം പെർഫോം ചെയ്യുന്നത്. നമ്മൾ പെർഫോമൻസിന് പിന്നാലെ പായുന്നതിനേക്കാൾ നല്ലത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ആയിട്ടുള്ള പെർഫോം ചെയ്യുന്ന ഒരു സംഗതി കണ്ടുപിടിച്ച് അതിൽ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതായിരിക്കും നന്നാവുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പലരും മറന്നു പോകുന്നുണ്ട്. അത് വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയും. അതായത് മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഏറ്റവും ഉയർന്നല്ലേ നിൽക്കുന്നത്, അപ്പം ഞാൻ കുറച്ച് പൈസ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ താഴുമ്പോൾ ഞാൻ മേടിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ താഴ്ന്നല്ലേ നിൽക്കുന്നത്, ഇത് ഉയരാൻ തുടങ്ങുമ്പോൾ ഞാൻ മേടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ പറഞ്ഞിരിക്കുകയുള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും കുറേശ്ശെയായിട്ട് പണം നമ്മൾ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു താഴ്ച കിട്ടുന്ന സമയത്ത് ബൾക്കായിട്ട് നിക്ഷേപിക്കുക. അതുപോലെ നമ്മൾ മാർക്കറ്റ് ഒരു വലിയ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ ലാഭത്തോടു കൂടി പിൻവലിച്ചിട്ട് മറ്റേതെങ്കിലും സേഫായിട്ട് കാര്യങ്ങളിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യും. ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് എന്നെ പേഴ്സണലി ഫിനാൻഷ്യലി നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സമയത്തിനായിട്ട് വാങ്ങാനും വിൽക്കാനും വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കാനോ ഏറ്റവും താഴ്ന്ന വിലയിൽ വാങ്ങാനോ സാധിക്കില്ല എന്നുള്ളത് വളരെ അധികം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 10-20 വർഷമായിട്ട് ഈ കാര്യങ്ങളിൽ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരിക്കൽ പോലും ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കാനോ ഏറ്റവും താഴ്ന്ന വിലയിൽ വാങ്ങാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. അടുത്തൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡോ നല്ലൊരു ട്രേഡിംഗ് മെത്തേഡോ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു മെത്തേഡ് അവർ കണ്ടുപിടിച്ച് അവർ അപ്ലൈ ചെയ്ത് ലാഭമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു മെത്തേഡ് എപ്പോഴെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു മെത്തേഡിലേക്ക് പോവുക എന്നുള്ളതാണ്. എല്ലാ കാര്യവും എല്ലായ്പ്പോഴും വിജയിക്കില്ല. ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് അതിന് കുറച്ചൊരു സമയം കൊടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഓവർ കോൺഫിഡൻസ് ആണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അതിൽ നിന്ന് വിജയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേ പ്രശ്നം തന്നെയാണ് ഓവർ കോൺഫിഡൻസ് ആയാലും. നമ്മൾ എന്തെങ്കിലും കാര്യം വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ അവിടെയും നമുക്ക് തോൽവി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സാമാന്യ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ വരുത്തുന്ന മറ്റൊരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. ലാഭം കിട്ടുന്ന സ്റ്റോക്കുകൾ പെട്ടെന്ന് വിറ്റുമാറും, ലാഭം കിട്ടാത്ത സ്റ്റോക്കുകൾ വിൽക്കാതെ വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തെറ്റ് ആളുകൾ വരുത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ 2 സ്റ്റോക്ക് ഉണ്ട്, അതിൽ രണ്ടിലും നിങ്ങൾ 100 രൂപ ഇട്ടു. ഈ 100 എന്ന് പറഞ്ഞിട്ടുള്ളത് 120 ആയപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് വിറ്റു. രണ്ടാമത്തെ സ്റ്റോക്കിലുള്ള 100 രൂപ 80 ആയപ്പോൾ അത് വിൽക്കാതെ കൈ വെച്ചു. മിക്കവാറും സംഗതികളിൽ നടക്കുക എന്താണെന്ന് വെച്ചാൽ ഈ 120 ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റോക്ക് വീണ്ടും 130-140 ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം 80 ആയി മാറിയിട്ടുള്ള സ്റ്റോക്ക് 70, 75, 72, 68 ഒക്കെ ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ വിജയിക്കാൻ സാധ്യതയുള്ള സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള നല്ല സ്റ്റോക്കുകളെ നിലനിർത്തിക്കൊണ്ട് മോശം സ്റ്റോക്കുകളെ ഒഴിവാക്കുക എന്നുള്ള രീതി ഫോളോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിന് ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ആളുകൾ പലപ്പോഴും പറഞ്ഞു കണ്ടിട്ടുള്ളത്. സാറേ ഈ സ്റ്റോക്ക് ഞാൻ 50,000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്, ഇപ്പം 49,000 രൂപയുണ്ട്, 50,000 ആയിട്ട് ഞാൻ വിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ചിലപ്പോൾ നാളെ സ്റ്റോക്ക് മോശം സ്റ്റോക്കാണ് 40,000 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൈസ പോയില്ലേ. അപ്പോൾ നല്ല സ്റ്റോക്കുകളെ പരിപാലിക്കുകയും മോശം സ്റ്റോക്കുകളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും എല്ലാവർക്കും നന്നാവും. 15ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ കാണുന്ന ചെറുകിട പ്രശ്നങ്ങളെ
വളരെ പർവ്വതീകരിച്ച് കാണുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്ന് പറഞ്ഞുള്ള ചർച്ച നടക്കുകയും അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം മാർക്കറ്റ് താഴെ വരികയോ മാർക്കറ്റ് കൂടി വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് നാളിന് ശേഷം ഈ ഒരു മാർക്കറ്റ് അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തിരിച്ചറിയാൻ പറ്റും അന്ന് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തത് മണ്ടത്തരായി പോയി എന്ന്. ഒരു മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ റഷ്യ വാറുണ്ടായ സമയത്ത് അത്തരമൊരു വാറ് വളരെയധികം കാലം നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നോ ഉള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നഷ്ടം ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള ഇത് കണ്ട് വാങ്ങിയവർ പലരും കൂടുതൽ എമൗണ്ട് പിന്നീട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഈ ഉക്രൈൻ റഷ്യ വാറിന്റെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2 ലോണുകളാണ് ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ മാസത്ത് ഞാൻ വീട്ടിയത്. അതിനെപ്പറ്റി 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നമ്മൾ മുൻപൊരു കാര്യം പറഞ്ഞിരുന്നു, അസറ്റ് അലോക്കേഷൻ മറന്നു പോകുക എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. റീബാലൻസിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ആളുകൾ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസറ്റ് അലോക്കേഷൻ കൃത്യമാക്കുന്ന ആ കാര്യത്തിന് പറയുന്ന പേരാണ് റീബാലൻസിങ്. നമ്മൾ റീബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് അലോക്കേഷൻ മോശമാവും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള 1 കോടി രൂപയിൽ 50 ലക്ഷം രൂപ ഞാൻ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും 50 ലക്ഷം രൂപ ഞാൻ സ്റ്റോക്കുകളിലുമാണ് നിക്ഷേപിക്കുക എന്ന് കരുതും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ 50 ലക്ഷം രൂപ സ്റ്റോക്കുകളിലുള്ളത് ഒരു 70 ലക്ഷമായി വർദ്ധിച്ചു. ഈ ഫിക്സഡിലുള്ള 50 ലക്ഷം 55 ലക്ഷമായിട്ട് വർദ്ധിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഇപ്പോൾ 55 + 70 125 ലക്ഷം, അതായത് 1.25 കോടി ഉണ്ട്. 1 കോടി ഉണ്ടായിരുന്നു 1.25 കോടിയായി. അപ്പൊ ഈ 1.25 കോടിയിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് ഒരു 7.5 ലക്ഷം എടുത്തിട്ട് ബോണ്ടിൽ ഇടുകയാണ് വേണ്ടത്. എന്നാലാണ് രണ്ടിലും എന്താവുക 62 ലക്ഷം രൂപ വെച്ച് വരിക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് റീബാലൻസിങ് പറയുക. ഈ റീബാലൻസിങ് ഒഴിവാക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തിയേക്കാം. 17ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റുകളെ ട്രാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആണെന്നെങ്കിൽ 6 മാസം കൂടുമ്പോൾ 1 വർഷം കൂടുമ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യുക. സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ആഴ്ച തോറും അത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഭാവിയിൽ ഇത് നന്നായിട്ട് വളരാനോ അതിൽ നിന്ന് മെച്ചമായിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 18ാമത്തെ കാര്യം ഞാനടക്കം പലർക്കും ഉള്ള കാര്യമാണ് പേഷ്യൻസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ക്ഷമയില്ലാതിരിക്കുക. ക്ഷമയില്ലാതിരിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് 500 രൂപയ്ക്ക് വാങ്ങി 300 രൂപയായിട്ട് താഴ്ന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നാൾ കൊണ്ട് ക്ഷമിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് കുറച്ച് നാൾ കൊണ്ട് ക്ഷമിച്ചിരുന്നു. സ്റ്റോക്ക് നല്ലതാണ്, പക്ഷെ വേറെ പല കാരണങ്ങൾ കൊണ്ട് അത് 300 ആയതാണ്. അങ്ങനെ നമ്മളുടെ ക്ഷമ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 300-ൽ നിന്ന് 600 700 ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നത്. അപ്പൊ ക്ഷമ ഇല്ലാതാവുന്നത് നമ്മൾക്ക് അവിടെ ഒരു സ്റ്റോക്കിന്മേൽ 300 രൂപ നഷ്ടം വരുത്തി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നതിനായിട്ട് പരമാവധി നമ്മൾ ഒരു സംഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു നല്ല കാര്യം ഇല്ലാതാകുന്നവരെയും അത് ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയ പണിയല്ല ഇൻവെസ്റ്റ്മെന്റ്. 19ാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റിന്റെ ടാക്സുകള്, ചാർജുകള്, ബ്രോക്കറേജ് അതുപോലുള്ള കാര്യങ്ങൾ പറ്റി കൃത്യമായിട്ടുള്ള ബോധമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്ന തരത്തിലുള്ള ട്രേഡിങ്ങിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വരുന്ന ചാർജുകളല്ല ഇന്ന് വാങ്ങി 1 വർഷം കഴിയുമ്പോൾ നമുക്കുണ്ടാവുക. ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നത് ഒരു ഇൻട്രാഡേ ആക്ടിവിറ്റിയാണ്. 15% ടാക്സ് കൊടുക്കണം, അതുപോലെ ഇൻട്രാഡേയുടെ ചാർജുകൾ കൊടുക്കണം. അതേസമയം ഇന്ന് വാങ്ങി ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 10% മാത്രമേ ടാക്സ് കൊടുക്കുള്ളൂ. ലോങ് ടേം ഹോൾഡിങ്ങിന് മിക്കവാറും നല്ല ബ്രോക്കർമാരാരും ഇതിന് ചാർജുകൾ ഈടാക്കില്ല. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ പല ഇൻവെസ്റ്റ്മെന്റ് രീതികൾക്കുണ്ട്. അപ്പോൾ അത്തരം രീതികളുടെ ടാക്സുകളിലുള്ള വ്യത്യാസമോ ഇൻവെസ്റ്റ്മെന്റിന്റെ ചാർജുകളിലുള്ള വ്യത്യാസമോ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ. ടാക്സിനെ പറ്റി വലിയ രീതിയിൽ വറി ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇത്ര ടാക്സ് പോകുമല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് മണ്ടന്മാരാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മിക്കവാറും എല്ലാ ഇൻവെസ്റ്റ്മെന്റിന്റെയും ലാഭത്തിന്മേലാണ് ടാക്സ് പോകുന്നത്. നമുക്ക് 10,000 രൂപ ലാഭം കിട്ടിയാൽ 1000 രൂപ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അതേസമയം തന്നെ നമുക്ക് 5,000 രൂപ ലാഭം ഉള്ളൂവെങ്കിൽ 500 രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. അല്ലാതെ നമ്മൾ 1 കോടി രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1 കോടിക്കല്ല ടാക്സ് വരുന്നത്. 1 കോടിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിലപ്പോൾ 1 ലക്ഷത്തിനായിരിക്കും 10% ടാക്സ് എന്ന് പറഞ്ഞ് 10,000 രൂപയ്ക്കും ടാക്സ്. അതായത് 1 കോടി 1 ലക്ഷം കിട്ടേണ്ടടുത്ത് 1 കോടി 90,000 രൂപ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ആണ് ടാക്സ് വരുത്തുന്നുള്ളൂ. അപ്പൊ ഈ ടാക്സിനെ പറ്റിയിട്ട് വളരെ കൂലങ്കുഷമായിട്ട് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് പലരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയോ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അത് മണ്ടത്തരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.